കഴിഞ്ഞ ദിവസം സംസ്ഥാന നിയമസഭയിൽ പ്രതിപക്ഷം അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകുകയും അടിയന്തര പ്രമേയത്തിന് സർക്കാർ അനുമതി നൽകുകയും ചെയ്തിരുന്നു. യൂത്ത് കോൺഗ്രസ് നേതാവിന് മർദ്ദനമേറ്റ സംഭവത്തിൽ പോലീസുകാർക്കെതിരെ നടപടി സ്വീകരിച്ചു കഴിഞ്ഞതാണ് എന്നും അച്ചടക്ക നടപടി പുനഃപരിശോധിച്ചു വരികയാണ് എന്നുമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയെ അറിയിച്ചത്. കുന്നംകുളം സ്റ്റേഷനിലെ അന്നുണ്ടായിരുന്ന പോലീസുകാർക്കെതിരെ സ്വീകരിച്ചതായി മുഖ്യമന്ത്രി നിയമസഭയെ അറിയിച്ച നടപടികൾ ഇവയാണ്. 1. 2023 ഏപ്രിൽ 5 നടന്നു എന്ന് പറയുന്ന സംഭവത്തിൽ 12 SP പരാതി ലഭിക്കുകയും 22 തൃശൂർ ACPയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സബ് ഇൻസ്പെക്ടർക്ക് പുറമെ 4 സിവിൽ പോലീസ് ഓഫീസർമാരെയും സ്ഥലം മാറ്റിയിരുന്നു. 2. സ്ഥലം മാറ്റത്തിന് പിന്നാലെ ആരോപണ വിധേയർക്കെതിരെ വകുപ്പ് തല അന്വേഷണം നടത്തി SI അടക്കം 3 പേരുടെ വാർഷിക വേതന വർധനവ് അഥവാ ഇൻക്രിമെന്റ് 2 വർഷത്തേക്ക് തടയുകയും ചെയ്തു. ഇതുമായി ബന്ധപ്പെട്ട് സുജിത്ത് ഫയൽ ചെയ്ത ഹർജിയിൽ അന്വേഷണം നടത്താൻ കോടതി നിർദ്ദേശിച്ചിരുന്നു. തുടർന്ന് ആരോപണ വിധേയരായ പോലീസ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഒപ്പം വകുപ്പ് തല അച്ചടക്ക നടപടിയുടെ പുനഃപരിശോധനാ നടപടികളും നടന്നു വരുന്നുണ്ട്. അതായത് സസ്പെൻഷൻ പുനഃപരിശോധിച്ച് വേണമെന്ന് തോന്നിയാൽ മറ്റ് കൂടുതൽ ശിക്ഷാ നടപടികളിലേക്ക് സർക്കാർ കടക്കും. ഇത്രയുമാണ് മുഖ്യമന്ത്രി നിയമസഭയെ ധരിപ്പിച്ച ഈ കേസിലെ നടപടികൾ. പക്ഷേ